Hello everyone. In the last class we have discussed about the rank correlation. Rank correlation എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ഒന്നാണ്. റിപ്പീറ്റഡ് റാങ്ക്സ് വന്നാൽ റിപ്പീറ്റഡ് റാങ്ക്സ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റാങ്ക് കോറിലേഷൻ പ്രോബ്ലം പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. അപ്പം 10 എന്ന് പറയുന്ന റാങ്ക് അല്ലെങ്കിൽ 10 എന്ന് പറയുന്ന വാല്യൂ 2 എണ്ണോ 3 എണ്ണോ വന്നു കഴിഞ്ഞാൽ ഒരേ റാങ്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് സോൾവ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. റാങ്ക് കോറിലേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോറിലേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 എന്നാണ്. ഇനി നമ്മൾ ഈ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ചെറിയൊരു മാറ്റം, അങ്ങനെ റിപ്പീറ്റഡ് റാങ്ക്സ് വരികയാണെങ്കിൽ നമ്പർ ഓഫ് ടൈംസ്, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്പർ ഓഫ് ടൈംസ് ഈച്ച് വാല്യൂ റിപ്പീറ്റ്സ്, റാങ്ക് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എം എന്ന് പറയുന്ന അക്ഷരമാണ്. ഏത് അക്ഷരം യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. നമ്മളിതിൽ ഓൾറെഡി ഡിയും എന്നും യൂസ് ചെയ്തിട്ടുണ്ട്. റാങ്ക് ഡിഫറൻസിൽ നമ്മൾ ഡി യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ കോറിലേഷൻ കാണുന്നത് നമ്മൾ ആർ യൂസ് ചെയ്തിട്ടുണ്ട്, ദെൻ നമ്പറിന് നമ്മൾ എൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ റിപ്പീറ്റഡ് നമ്പർ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ എം ആണ് യൂസ് ചെയ്യുന്നത്, എം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇക്വേഷനകത്ത് തന്നെ ചെറിയൊരു മാറ്റം വരുത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിപ്പീറ്റഡ് റാങ്ക്സിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതിന് നമ്മൾ വരുന്ന മാറ്റം 1 മൈനസ്, അതിനൊന്നും ഒരു മാറ്റമില്ല, സെയിം തന്നെയാണ്. ദെൻ 6, അതിനകത്തും ഒരു മാറ്റമില്ല. Then sigma d സ്ക്വയർ, അതുവരെ ഓക്കെ ആണ്. അതിന്റെ കൂടെ നമ്മൾ ആ റിപ്പീറ്റഡ് റാങ്ക്സിന്റെ ഒരു ചെറിയ പ്രശ്നം കൂടി ചേർക്കുന്നത് കാരണം ഈ 6ന്റെ തൊട്ടടുത്ത്, അതായത് ചില കാര്യങ്ങൾ ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? 6നോട് ഇൻറ്റു ചെയ്യേണ്ടത്. ദെൻ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന 1 മൈനസ് 6 യൂസ് ചെയ്യുന്നു, സിഗ്മ ഡി സ്ക്വയർ യൂസ് ചെയ്യുന്നത്. ആ സിഗ്മ ഡി സ്ക്വയറിന്റെ കൂടെ പ്ലസ് m cube minus m divided by 12. ഈ ഒരു സാധനം ശരിക്കും നമ്മുടെ ഇക്വേഷൻ എന്താണ്? 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 ആണ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? 6 മൈനസ് സിഗ്മ ഡി സ്ക്വയർ കൂടെ പ്ലസ് m ക്യൂബ് മൈനസ് m ഡിവൈഡ് ബൈ 12 യൂസ് ചെയ്യുന്നു. then as usual ഇവിടെ ഉണ്ടായിരുന്ന ഡിവൈഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ആകെ എന്താ വ്യത്യാസം വരുന്നത്? ഈ ഇക്വേഷനോട് പ്ലസ് എം ക്യൂബ് മൈനസ് എം ഡിവൈഡ് ബൈ 12 എന്ന് പറയുന്ന ഒരു കാര്യം കൂടി. അത് എന്തുകൊണ്ടാണ് ഇത് ആഡ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് റാങ്ക്സ് വരുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ടൈ ഇൻ റാങ്ക്, ഒരേ റാങ്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് വരികയാണെങ്കിൽ അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജസ്റ്റ് എന്ത് ചെയ്യുന്നത്? എം ക്യൂബ് മൈനസ് എം ഡിവൈഡ് ബൈ 12. എം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയുന്ന നമ്പർ ഓഫ് ടൈംസ് ഈച്ച് വാല്യൂ റിപ്പീറ്റ്സ്, എത്ര പ്രാവശ്യമാണോ റിപ്പീറ്റ് ചെയ്തത്. ഇപ്പോ വാല്യൂ 2 പ്രാവശ്യം ഉണ്ടെങ്കിൽ 2 ആണ് എം ആയിട്ട് യൂസ് ചെയ്യുന്നത്. വാല്യൂ 3 പ്രാവശ്യം ഉണ്ടെങ്കിൽ 3 ആയിട്ടാണ്. 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തെങ്കിൽ 4. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ക്ലിയർ? ഇതാണ് ഇക്വേഷൻ. അപ്പോൾ റിപ്പീറ്റഡ് റാങ്ക്സ് വരുന്ന സമയത്ത് ഇക്വേഷൻ. അപ്പൊ ഇത് എഴുതി വെക്കുക, കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമ്മളൊരു പ്രോബ്ലം ചെയ്യണം. പ്രോബ്ലം ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുക്കുക. Obtain a rank correlation coefficients for the following data. X വാല്യൂസും y വാല്യൂസും ഉണ്ട്. X വാല്യൂസ് 68, 64, 75, 50, 64, 80, 75, 40, 55 and 64. Y values 62, 58, 68, 45, 81, 60, 68, 48, 50 and 70. ഇത്രയാണ് എക്സ് വാല്യൂസും വൈ വാല്യൂസും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന വാല്യൂസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്? റാങ്ക് കോറിലേഷൻ കാണാനാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ എന്തുണ്ട്? റിപ്പീറ്റഡ് റാങ്ക്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സിൽ നോക്കുകയാണെങ്കിൽ 75 എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, 64 എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എം ക്യൂബ് മൈനസ് എം ഡിവൈഡഡ് ബൈ എന്ന് പറയുന്ന ആ ഒരു കാര്യം കൂടി, അതായത് ആ ഇക്വേഷൻ്റെ കൂടെ നമ്മൾ റിപ്പീറ്റഡ് റാങ്ക്സ് വരുന്ന സമയത്ത് 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയറിൻ്റെ കൂടെ തന്നെ എന്തുകൂടി ഉപയോഗിക്കണം? ഈ പറയുന്ന റിപ്പീറ്റഡ് റാങ്ക് വരുന്ന സമയത്തുള്ള എം ക്യൂബ് മൈനസ് എം ഡിവൈഡ് ബൈ 12 എന്ന് പറയുന്ന കാര്യം കൂടി ആഡ് ചെയ്തിട്ട് വേണം ആൻസർ കാണാനെന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാവരും എഴുതിയെടുക്കുക. ഓക്കെ,
അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി വെക്കുന്നത് എനിക്കായിരുന്നു. നമ്മള് ആ വാല്യൂസ് ഞാൻ എക്സും വൈയുടെ വാല്യൂസ് ഒന്നും ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കാം. 68, 64, 75, 50, 64, 80, 75, 40, 55, 64. Then y values 62, 58, 68, 45, 81, 60, 68, 48, 50 and 7. Then എത്രയാണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്, പേയേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 10 ആണ്. അപ്പം n എത്രയായിരിക്കും? 10 ആണ്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട പണി എന്താണെന്ന് വെച്ചാൽ റാങ്ക് കോറിലേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മുടെ ഇക്വേഷൻ ഉണ്ട് 1 - 6 sigma d square divided by n into n square minus 1 എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഇതൊരു റിപ്പീറ്റഡ് റാങ്ക് വരുന്ന പ്രോബ്ലം ആണ്. അപ്പൊ അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് റിപ്പീറ്റഡ് റാങ്ക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആദ്യത്തെ നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ റാങ്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ ടേബിളിനെ ഞാൻ ഒന്നുകൂടി മാറ്റിയിടാം. അതായത് സെയിം ഞാനിവിടെ തന്നെ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് പിന്നെ ആൻസർ എന്ത് ചെയ്യാം. അപ്പൊ എക്സിന്റെ റാങ്ക് ഞാൻ പറയും, വൈൻ്റെ റാങ്ക്. അങ്ങനെ ഞാൻ 2 കോളം കൂടി പ്രൊവൈഡ് ചെയ്യും, എഴുതാനുള്ള സൗകര്യമുണ്ട്. ഇനി അടുത്താണ് നമ്മൾ എംപ്റ്റി ഫാക്ടേഴ്സ്. ദെൻ ഒരു കോളം കൂടി വേണ്ടേ, ഡി സ്ക്വയർ. ഇത്രയൊക്കെ ഇത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത സെയിം സാധനം തന്നെയാണ്. അപ്പോൾ റാങ്ക് എക്സിന്റെ റാങ്ക് ഇതിൽ ഏറ്റവും വലുത് 80 ആണ്. അത് ഞാൻ ഒന്ന് നോക്കും. ക്ലിയർ? ഇതിൽ ഏറ്റവും വലുത് 80 ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 80ക്ക് ഒന്നാമത്തെ റാങ്ക്. ദെൻ അതിന് തൊട്ട് താഴെ രണ്ടാമത്തെ 80ന്റെ തൊട്ട് താഴെ 75 പ്രശ്നം വെച്ച് 2 ഉണ്ട്. അപ്പൊ കൊടുക്കാൻ പറ്റും. ഇതിന് 2 സെയിം റാങ്ക് വന്നിട്ടുണ്ട്, സെയിം റാങ്ക്. അപ്പൊ രണ്ടാമത്തേക്ക് ഇതിന് 2 കൊടുക്കണം, ഇതിന് 2 കൊടുക്കണം. അങ്ങനെ നമ്മൾ കൊടുക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ അടുത്ത 2 റാങ്കുകൾ ഏതാ കൊടുക്കാം. ഒന്ന് 2 ആണ്, മറ്റൊന്ന് 3 ആണ്. അല്ലേ? ശരിക്കും ഇതിനും ഇത് സെയിം റാങ്ക് ആയതുകൊണ്ട് ഇതിന് 2ഉം ഇതിന് 3 ആണ് കൊടുക്കേണ്ടത് വിചാരിക്കാം. അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ ഇത് 2 ഒന്നായതുകൊണ്ട് നമുക്ക് ഒന്നിനെ ഒഴിവാക്കി മറ്റൊന്ന് കൊടുക്കാൻ പറ്റുന്ന ഇതിന് 2 കൊടുക്കും, ഇതിന് 3 കൊടുക്കുന്ന പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിന് 2ന്റെയും റാങ്ക് 2ഉം 3ഉം ആണ്. 2 + 3 രണ്ടാമത്തെ റാങ്ക് കൊടുക്കണം, മൂന്നാമത്തെ റാങ്ക് കൊടുക്കണം. ദെൻ ഡിവൈഡ് ബൈ 2, അതായത് 5/2 = 2.5. അപ്പൊ ഇതിന്റെ റാങ്ക് 2.5 കൊടുക്കാം. ഇതിനും 2.5. ആ റാങ്ക് എന്ത് ചെയ്തു, രണ്ടാമത്തെയും മൂന്നാമത്തെയും വരാനിരുന്ന റാങ്കുകളെ ഡിവൈഡ് ചെയ്ത് ഈക്വൽ ആയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന പണി. അപ്പോ ഒന്ന് എന്ന് പറയുന്ന റാങ്ക് കൊടുത്ത് ഏറ്റവും വലുത്, രണ്ടാമത്തെ 2 ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഇനി നമ്മൾ അടുത്ത വാല്യൂ കേൾക്കാം. 75 കഴിഞ്ഞാൽ അതിന്റെ ചെറുത് 68 അല്ലെ? 68 വേറെ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഇനിയിപ്പോ അടുത്ത ഏതാ കൊടുക്കാം? 2ഉം കഴിഞ്ഞു, 3ഉം കഴിഞ്ഞു. 3 കൊടുക്കാൻ പാടില്ല, കാരണം 2നെയും 3നെയും ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ആരും കൊടുത്തത്, ഈ 2 ആൾക്കാർ. അപ്പൊ 4 എന്നുള്ള റാങ്ക്. അത് ശരിക്കും തെറ്റിപ്പോയത്. അവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത. 4 എന്നുള്ള റാങ്കാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാ? 2ഉം 3ഉം നമ്മൾ കൊടുത്തേ. ഇനി നമ്മൾ എന്ത് കൊടുത്തു? 4 എന്ന് പറയുന്ന റാങ്കാണ് ആർക്ക് കൊടുക്കേണ്ടത്? ഈ വാല്യൂന് കൊടുക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം, അടുത്തത് 5ാമത്തെ റാങ്ക്. 5ാമത്തെ റാങ്ക് എന്ന് പറയുന്നത് എന്താ? 64 ആണ്. അല്ലെ? നേടിയ വാല്യൂ. പക്ഷെ ഈ 64 എന്തുണ്ട്? 3 പ്രാവശ്യം ഉണ്ട്. 64 ഇവിടെ, ഒരു 64 ഇവിടെ, ഒരു 64 ഇവിടെ. അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് എത്രയുള്ള റാങ്കാ? 4 കൊടുത്തതിനു 5ാമത്തെ റാങ്ക് കൊടുക്കണം, 6ാമത്തെ റാങ്ക് കൊടുക്കണം, 7ാമത്തെ റാങ്ക്. പക്ഷെ ഇത് 3 കൊടുക്കുന്നതിന് എന്താ? ഒരേ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. 5ഉം 6ഉം 7ഉം. അത് എത്രയാ വാല്യൂ? 64 എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആവറേജ് 5ഉം 6ഉം 11ഉം 7ഉം 18. അപ്പൊ 18 ഡിവൈഡ് ബൈ 6. ആ 6 എന്നുള്ള വാല്യൂ, 6 എന്നുള്ള റാങ്ക് ഒന്ന് 64. ക്ലിയർ? ശരിക്കും നോക്കുക. ഒന്നാമത്തെ റാങ്ക് നമ്മൾ ഏറ്റവും വലിയ വാല്യൂ കൊടുത്തു. രണ്ടാമത്തെ റാങ്ക് കൊടുക്കുമ്പോൾ 75 ആണ്. 80 കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ചെറുതേതാ? 75 ആണ്. ഈ 75ന് 2 ഉണ്ടായപ്പോൾ നമുക്ക് 2ഉം 3ഉം റാങ്കാണ് കൊടുക്കേണ്ടത്. 1 കൊടുത്തതിന് 2, 3 ആണ്. ആ 2നെയും 3നെയും നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്താണ് 2.5. ഇനി അടുത്തത് 2ഉം 3ഉം കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ട് അതിന്റെ എന്താ ആവറേജ് ആണ്. നമ്മൾ ഇതിന് 2 കൊടുത്തു. അപ്പൊ 2 കൊടുത്ത് 3 കൊടുത്തു. ഇനി 4 ആണ് കൊടുക്കേണ്ടത്. അത് നമ്മൾ 68 കൊടുത്തു. ഇനി അടുത്തത്
7 5 6 7 അങ്ങനെയാണ് റാങ്ക് പോവാ. അപ്പൊ ഇത് 3 എണ്ണം ഉണ്ടായിരുന്നു. അഞ്ചാമത്തെ റാങ്ക് കൊടുക്കുന്ന സമയത്ത് 64 ഉണ്ട്. അപ്പൊ ഇത് 3 എണ്ണത്തിന്റെ റാങ്ക് 5 6 7 ഉണ്ട്. അതിന്റെ ആവറേജ് 6 ആണ്. ആ 6 ചെയ്ത് ഓരോന്നിനും കൊടുത്തു. ഇനി തൊട്ടടുത്ത് ഏതാ 64 കഴിഞ്ഞാൽ പിന്നെ ഇത് തൊട്ട ചെറുത് 55 ആണ്. അതിന് അപ്പൊ നോക്കണം 5 കൊടുത്തു 6 കൊടുത്തു 7 കൊടുത്തു. ഇനി എത്ര കൊടുക്കേണ്ടത് 8 ആണ് കൊടുക്കേണ്ടത്. 8 55 കൊടുത്തു. ദെൻ 9ാമത്തത് ആർക്ക് കൊടുത്തു 50 ആണ് 9. ദെൻ 10. അപ്പൊ നോക്കിയേ ആകെ 10 എണ്ണാണുള്ളത്. 10 റാങ്ക് കൊടുത്തേ. ക്ലിയർ. ടൈ 1 നമ്മൾ കൊടുത്തത് എങ്ങനെയാ ആ പറഞ്ഞിരിക്കുന്ന റാങ്കുകളുടെ ആവറേജ് ആണ് ടൈ 1 കാര്യങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ വൈൽഡ് റാങ്ക് നോക്കുന്ന സമയത്ത് ഏറ്റവും വലിയ വാല്യൂ 81 ആണ്. ഒന്നാമത്തെ റാങ്ക്. ദെൻ അടുത്തത് തൊട്ട് താഴെ 18 തൊട്ട് താഴെ 70 ആണ് അല്ലേ? ഇനി കറക്റ്റ് അല്ലേ? ഇതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക കേട്ടോ. ഇല്ല കറക്റ്റ് ആണ്. ദെൻ ഇനി മൂന്നാമത്തത് 68 ആണ്. പക്ഷെ 68 രണ്ടാണ്. 68 രണ്ട് എലമെന്റ്സ്. അപ്പൊ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ 68 എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊടുക്കേണ്ടത് ഏതായിരുന്നു? 68 എന്ന് പറയുന്നത് മൂന്നാമത്തെ റാങ്ക് കൊടുക്കണം. പിന്നെ 4ാമത്തെ റാങ്ക് രണ്ടെണ്ണല്ലേ? ഒരു 68 ഇതാ ഒരു 60 ഇതാ. അപ്പൊ 3ഉം 4ഉം ഡിവൈഡ് ബൈ 2 7/2 3.5 3.5 ആണ് 68 കൊടുക്കേണ്ടത്. 3.5 എന്നിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല? 4 കൊടുക്കാൻ പറ്റില്ല. കാരണം 3ഉം 4ഉം നമുക്ക് ഉപയോഗിച്ചു. ഇനി 5ാമത്തെ റാങ്ക് 68ന്റെ തൊട്ട് താഴെ ഏതാ 62. ഇത് 5 ആണ്. ദെൻ അടുത്തത് 62 കഴിഞ്ഞാൽ പിന്നെ 60 ഇതാ 6. ദെൻ അടുത്തത് 58 ആണ് 7. ദെൻ അടുത്തത് 15 8. ദെൻ അടുത്തത് 48 9. ദെൻ 45 10. ഇങ്ങനെയാണ്. അപ്പൊ നോക്കിയാൽ നിങ്ങൾ ഒന്നുണ്ട് 2ഉം 3ഉം ഇല്ല. എന്തേ ഉള്ളൂ? സോറി 2 ഉണ്ട് 1 ഉണ്ട് 2 ഉണ്ട് 3ഉം 4ഉം ഇല്ല. അതിന് പകരം എന്താണുള്ളത്? 3.5ഉം 3.5 ആണ്. പിന്നെ എത്രയുള്ളത്? 5 ആണ്. കൃത്യമായിട്ട് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ 1 ഉണ്ട് 2ഉം 3ഉം ഇല്ല. 2.5ഉം 2.5 ആണ്. then അടുത്തത് 4 ഉണ്ട്. then പിന്നെയുള്ളത് ഏതാ? 5ഉം 6ഉം 7ഉം ഇല്ല. 6 ആണുള്ളത്. 3 ആണ്. ക്ലിയർ? അതിന്റെ ആവറേജ് ഇങ്ങനെയാണ് നമ്മൾ റിപ്പീറ്റഡ് റാങ്ക്സ് അല്ലെങ്കിൽ കൊടുക്കേണ്ടത്. ഓക്കെ. ഇനി നമ്മുടെ പണി എന്താ? ആസ് യൂഷ്വൽ നമ്മൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം റാങ്ക് ഡിഫറൻസ് നമ്മൾ കാണാം. 1 6 1 2 15 3 11 9 10 1 6 1 തമ്മിൽ 5 1 6 തമ്മിൽ 5 2.5 3.5 തമ്മിൽ 1 10 9 തമ്മിൽ 1 8 8 തമ്മിൽ 5 6 2 4. ഇത് രണ്ട് നമ്മുടെ ഡിഫറൻസ് റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് അതിന് പ്രോബ്ലത്തിനും ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബി സ്ക്വയർ ആണ് 1 1 1 25 25 60 ഇത്രയാണ്. ഇനി ഇത് നമ്മൾ ഇതിന്റെ ടോട്ടൽ സിഗ്മ ഡി സ്ക്വയർ ആണെങ്കിൽ ഇതിന്റെ ടോട്ടൽ ഈ പറഞ്ഞിരിക്കുന്ന ഡി സ്ക്വയർ എന്ന് പറയുന്നതിന്റെ ടോട്ടൽ എത്രയാണോ ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ആണെന്ന് പറയുന്നത് 72 50 51 52 62 68 1 2 3 4 50 54 55 56 66 72 ആണ് ഈ ടോട്ടൽ 72. ഇനി നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ നമ്മളെ ഇക്വേഷനിലേക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നോക്കാം. 1 - 6 സിഗ്മ ഡി സ്ക്വയർ പ്ലസ് m ക്യൂബ് മൈനസ് m ഡിവൈഡ് ബൈ 12 ഡിവൈഡ് ബൈ 1 മൈനസ് എന്തെങ്കിലും 1 മൈനസ് ഇങ്ങനെയാണ് ഇക്വേഷൻ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ക്ലിയർ? ഇതാണ് നമ്മളെ എന്തെന്ന് പറയുന്നത് ഇക്വേഷൻ. എന്താ മാറ്റം? m ക്യൂബ് മൈനസ് m ഡിവൈഡ് ബൈ 12 എന്നുള്ള ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ. അപ്പോ ഇതില് സിഗ്മ ഡി സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 72 ആണ്. n നമുക്ക് അറിയാം എത്രയാ? 10 ആണ്. ഇനി നമുക്ക് m ക്യൂബ് മൈനസ് m ഡിവൈഡ് ബൈ 12
എന്നുള്ളതിനെ കണ്ടുപിടിക്കണം. ഓരോ റാങ്കും എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. ഏതെല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്തത്? ഒന്നുതാ 3 റാങ്കുകളാണ് റിപ്പീറ്റ് ചെയ്തത്. അപ്പൊ ഏതെല്ലാം റാങ്കുകൾ? ഒന്ന് 75 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 75 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 2 പ്രാവശ്യം. 2 ടൈംസ്. അപ്പോ അതിന്റെ m ക്യൂബ് മൈനസ് m എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. m ക്യൂബ് മൈനസ് m എന്നുള്ളത് 2 ക്യൂബ് മൈനസ് 2. ഈ സെയിം സാധനം എന്ത് ചെയ്തു? m ക്യൂബ് മൈനസ് m എന്നുള്ളത് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത് മാത്രം. 2 ക്യൂബ് മൈനസ് 2. അപ്പൊ 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 2നെ 3 പ്രാവശ്യം ഗുണിക്കാവുന്നതാണ്. അപ്പൊ ഈ 2 4, 4 2 8. അപ്പോ 8 മൈനസ് 2 6. m ക്യൂബ് മൈനസ് m എന്ന് പറഞ്ഞാല് 75 എന്ന് പറയുന്ന റാങ്ക് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 പ്രാവശ്യം. അപ്പൊ 2 ആണ്. m എന്ന് പറയുന്നത് 2 ആണ്. m ക്യൂബ് മൈനസ് m എന്ന് പറഞ്ഞാൽ 2 × 3 മൈനസ് 2. അപ്പോ 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 2നെ 3 പ്രാവശ്യം ഗുണിക്കുന്നതാണ്. അപ്പൊ 2 × 2 4, 4 × 2 8. 8 മൈനസ് 2 6 ആണ്. ഇതിന് ഇനി വേറൊരു റാങ്ക് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഏത് റാങ്ക് റിപ്പീറ്റ് ചെയ്തത്? 64 എന്ന് പറയുന്നത്. 64 3 പ്രാവശ്യം. 64 എന്ന് പറയുന്ന റാങ്ക് 3 ടൈംസ്. അപ്പോ 3 മൈനസ് 3. m ക്യൂബ് മൈനസ് എന്ന് പറഞ്ഞാല് 3 എന്താണ്? ക്യൂബ് മൈനസ് എന്താണ്? 3 എന്ന് പറയുന്നത്. അപ്പൊ 3ന് 3 പ്രാവശ്യം. 3 × 3 9, 9 × 3 27. 27 മൈനസ് 3 എന്ന് പറഞ്ഞാല് നമുക്ക് കിട്ടുന്നത് 24. ഇനി ആ മറ്റൊന്ന് വേറെ റാങ്ക് റിപ്പീറ്റ് ചെയ്തത്. ഇവിടെ കഴിഞ്ഞു. ഇവിടെ ഏതോ റാങ്ക് റിപ്പീറ്റ് ചെയ്യുന്നത്? ഏതോ റാങ്ക് റിപ്പീറ്റ് ചെയ്തത്? 68 എന്ന് പറയുന്ന റാങ്ക്. 68 2 ടൈംസ്. 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 2 ക്യൂബ് മൈനസ് 2. അതിന്റെ ആൻസർ 6. ഇത് 3ആണ് m ക്യൂബ് മൈനസ് 3ന്റെ ആൻസർ. അപ്പൊ അതിന്റെ ടോട്ടൽ എത്രയാ? 24, 30, 36. ഇനി നമ്മൾ ഈക്വേഷൻ ചെയ്യാം. 1 മൈനസ് 6 സിഗ്മ d സ്ക്വയർ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 72 പ്ലസ് അതിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 72 പ്ലസ് m ക്യൂബ് മൈനസ് m നമ്മളവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 36 ഡിവൈഡ് ബൈ 12. Then divided by n into n എന്ന് പറയുന്നത് എത്രയാ? 10 സ്ക്വയർ മൈനസ് 1. ഇതാണ് എന്ന് പറയുന്നത് ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ. അപ്പൊ എന്താ ചെയ്തത്? 36 എന്ന് പറയുന്നത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? ഓരോ ഐറ്റവും എത്ര ടൈംസ് m എന്ന് പറയുന്നത് കണ്ടുപിടിച്ചിട്ട് ഓരോന്നും എന്ത് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തു മാത്രം. എന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ ടോട്ടൽ എടുത്തു. അതാണ് 36 എന്ന് പറയുന്നത്. ആ 36 ഇവിടെ എന്ത് ചെയ്തു? m ക്യൂബ് മൈനസ് m ആൻസർ ആയിട്ട് യൂസ് ചെയ്യും. ക്ലിയർ? അപ്പോ ഓരോ ഐറ്റവും എത്ര പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കുന്നതാണ് m എന്ന് പറയുന്നത്. ആ m ക്യൂബ് മൈനസ് m നമ്മൾ കണ്ടു. വേണമെങ്കിൽ അവിടെ തന്നെ m ക്യൂബ് മൈനസ് m ഡിവൈഡ് ബൈ 12 ചെയ്യാം. എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാലും മതി. ഓക്കെ, ഞാനത് മനസ്സിലാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുവന്നു മാത്രം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 0.545. ഇതാണ് എന്തെന്ന് പറയുന്നത്? 6 എന്ന് പറയുന്നത് കോറിലേഷൻ കോഎഫിഷ്യന്റ്. റാങ്ക് കോറിലേഷൻ യൂസ് ചെയ്തിട്ട് കോറിലേഷൻ എന്ന് പറയുന്നത് 0.545. ഇതാണ് റിപ്പീറ്റഡ് റാങ്ക്സ്. ചിലപ്പോൾ എക്സാമിനേഷനിൽ റിപ്പീറ്റഡ് റാങ്ക്സ് ആയിരിക്കും വരിക. എന്തായാലും നിർബന്ധമായിട്ട് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം? പഠിച്ച് വെക്കാറുള്ളതാണ്. ഓക്കെ.